ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ദിവസമായിരുന്നു ലാലേട്ടനും ദിലീപും ഒന്നിച്ച ബബ്ബബ്ബായുടെ റിലീസ്. പ്രേക്ഷക അഭിപ്രായം പൊളിപ്പടം എന്നായിരുന്നു. ഒരു രക്ഷയുമില്ല, കിടിലൻ പടമായിരുന്നു എന്നാണ് ഭൂരിഭാഗം പേരും പറയുന്നത്. മാസാണോന്ന് ചോദിച്ചപ്പോൾ കിടിലൻ അടിച്ചു പൊളിക്കാം എന്നാണ് മറുപടി. ഈ വർഷത്തെ ക്രിസ്മസ് ബബ്ബബ്ബ കൊണ്ടുപോയി എന്ന് തന്നെ പ്രേക്ഷകർ തറപ്പിച്ചു പറയുന്നു. ലാലേട്ടനും ദിലീപും പടം തൂക്കി എന്ന് തന്നെയാണ് പ്രേക്ഷകർ ഓരോരുത്തരും പറയുന്നത്. ഓരോ ലാഗുമില്ലാത്ത പടം. 30 വർഷം മുൻപേയുള്ള ലാലേട്ടൻ, ദിലീപിന്റെയും ലാലേട്ടന്റെയും കൈത്താങ്ങായി തോന്നി. ഭയങ്കര എനർജിക് ആയിട്ടുള്ള പടമായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ റിവ്യൂ തന്നു, സെക്കൻഡ് ഹാഫിൽ ഒന്നും പറയാനില്ല. ലാലേട്ടന്റെ വൺ മാൻ ഷോ, വേറെ ഒന്നും പറയാനില്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ തറപ്പിച്ചു പറയുന്നത്. ലാലേട്ടൻ നമ്മൾ വിചാരിച്ചതിനേക്കാളും ഭംഗിയായിട്ട് തന്നെ ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പല ആളുകളും പറഞ്ഞിരുന്നു ദിലീപിന്റെ പടം കാണുന്നില്ല എന്ന്. ഇന്ന് പറഞ്ഞ ആളുകൾ തന്നെ നമ്മുടെ കൂടെ ഇരുന്ന് പടം കണ്ടിട്ടാണ് ഇറങ്ങിപ്പോയത്. ലാലേട്ടന്റെ വേറെ ലെവൽ പടം. ഇങ്ങനെയൊരു ഓളമുള്ള പടം മലയാളം ഇൻഡസ്ട്രിയിൽ കണ്ടിട്ട് ഒരുപാട് വർഷമായി. പ്രത്യേകിച്ച് ദിലീപിനെ ഇത്രയും വെറുക്കുന്നവർ തീർച്ചയായും ഇരുന്ന് കാണേണ്ടി വരും. ഈ ക്രിസ്മസിന് എല്ലാ സ്ത്രീകളും തിയേറ്ററിൽ വന്നിരിക്കും. ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം തന്നെയായിരുന്നു പടം എന്നാണ് ഭൂരിപക്ഷ അഭിപ്രായം. ദിലീപിന്റെ തിരിച്ചുവരവ് വൻ വിജയമായിരിക്കും. ജനപ്രിയ നായകൻ അന്നും ഇന്നും. കേസും മറ്റും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ സിനിമ കാണാൻ വന്നു, ആസ്വദിച്ചു. 100ൽ 100 കൊടുക്കേണ്ട പടം. പൈസ പോവില്ല, കഴമ്പുണ്ട്. ഒരു സെക്കൻഡ് പോലും ലാഗ് ആവുന്നില്ല, ലാൻഡിംഗ് ഇല്ല. നമ്മൾക്ക് ചിന്തിക്കാൻ പോലും സമയം തരുന്നില്ല. കിടിലൻ പടം. യൂട്യൂബിൽ കാണുന്ന പോലെയല്ല, തിയേറ്റർ എക്സ്പീരിയൻസ് വേറെ ലെവൽ പടമാണ്. എല്ലാവരും തീർച്ചയായും കണ്ടിരിക്കണം. നമ്മൾ മാന്യമായി പൈസ കൊടുത്ത് ആസ്വദിച്ചു കണ്ടു, ഇനിയും കാണും. വിമർശിക്കുന്നവർ വിമർശിക്കട്ടെ. ചിലപ്പോൾ അവരും നാളെ മാസ്ക് ഇട്ട് വന്ന് പടം കാണും എന്ന് തന്നെയാണ് പറയാനുള്ളത്.